പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയുടെ ഭാഗമായി ഓച്ചിറയിൽ യോഗവും മധുരവിതരണവും നടത്തി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മധുരവിതരണവും യോഗവും നടത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് BS വിനോദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കേറെ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ദിവസമാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ UDF മുന്നോട്ട് വെച്ച ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി UDFും കോൺഗ്രസ് സർക്കാരും പാലിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഇന്ദിരാ ഗ്യാരണ്ടിയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കേരളത്തിലെ മുഴുവൻ വനിതകൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്നുള്ളതായിരുന്നു. ഭരണത്തിലേറി ഒരു മാസമാകുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അത് 100% പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അൻസാറെ മലബാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായി യാത്ര ചെയ്യുവാനുള്ള സംവിധാനം KSRTCയിൽ ഒരുക്കിയിരിക്കുകയാണ്. ഇന്ന് 9 മണി തൊട്ട് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഇതിന്റെ ഗുണം സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. അത് ലഭിക്കുമ്പോൾ നമ്മുടെ പ്രദേശത്ത് ചരിത്രം കുറിക്കുകയാണ്. അതുപോലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എക്കാലത്ത് അധികാരത്തിൽ വന്നിട്ടുണ്ടോ സാധാരണപ്പെട്ട ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് F ഗീതാകുമാരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെവന്തികുമാരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലീന പ്രവീൺ, ജയകുമാരി, മിനി പൊന്നൻ, സതീഷ് പള്ളേമ്പിൽ, സത്താർ, ബേബി, വേണുഗോപാൽ, തേജസ്, ജയഹരി, സുൽഫി ഖാൻ, സിറാജ്, അഷ്റഫ് മാമൂട്ടിൽ, ഇർഷാദ് എന്നിവർ നേതൃത്വം നൽകി. 18 വയസ്സ് തികഞ്ഞ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ കോൺഗ്രസ്, സ്ത്രീകൾക്കും പുരുഷനും തുല്യ വേതനം നിശ്ചയിച്ച കോൺഗ്രസ്, ഇന്ന് സ്വതന്ത്ര വിഹാരം നടത്തുന്നതിന് വേണ്ടി എല്ലാ ആവശ്യങ്ങളും അവരുടെ നിറവേറ്റുന്നതിന് വേണ്ടി ഒരു സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് വരുത്തുന്നതിന് വേണ്ടി സ്ത്രീകൾ ഈ നാടിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി 5 ഗ്യാരണ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേരള UDFന്റെ ഗവൺമെന്റ് ഇന്ന് ഏറ്റവും ശ്രേഷ്ഠകരമായ ഏറ്റവും ഫലപ്രദമായ ഒരു പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.